അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റിയാദുസ്സാലിഹീൻ ക്ലാസ് 47. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. 47ാമത്തെ ക്ലാസ് ആണ്. അടുത്ത അധ്യായം ബാബുൻ ഫിൽ ഇഖ്തിസാദി ഫിൽ ഇബാദ. ആരാധനയിൽ മിതത്വം പാലിക്കുക. ആരാധനയിൽ മിതത്വം പാലിക്കുക അതിനെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. ഖാലല്ലാഹു തആല ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ത്വാഹ നബിയെ, മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ, താങ്കൾക്ക് ഖുർആൻ അവതരിപ്പിച്ചു തന്നത് താങ്കളെ ബുദ്ധിമുട്ടാക്കാനല്ല. മാ അൻസൽനാ അലൈക്കൽ ഖുർആന, ഖുർആനിനെ നിങ്ങളുടെ മേൽ അവതരിപ്പിച്ചിട്ടില്ല. ലിതഷ്ഖാ, നിങ്ങൾ എന്താക്കാൻ വേണ്ടി? ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി. അപ്പം ഖുർആനിനെ അവതരിപ്പിച്ചു തന്നത് തങ്ങളെന്താക്കാനല്ല, ബുദ്ധിമുട്ടാക്കാനല്ല. വഖാല തആല യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്ര, അവൻ നിങ്ങൾക്ക് പ്രയാസം ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എളുപ്പം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, അവൻ പ്രയാസത്തെ ഉദ്ദേശിക്കുന്നില്ല. ഹദീസ് അന്ന ആയിഷ റളിയല്ലാഹു അൻഹാ, ബഹുമാനപ്പെട്ട ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലൈഹാ വ ഇൻദഹാ ഇംറാത്തുൻ. ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ വീട്ടിലേക്ക് കയറി വരികയാണ്. വ ഇൻദഹാ ഇംറാത്തുൻ, അപ്പോൾ എൻ്റെ അടുക്കൽ ആരുണ്ട്? ഒരു പെണ്ണുണ്ട്. എൻ്റെ അടുത്തൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ഖാല, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മൻ ഹാദിഹി, ആരാണത്? ആരാണ് അവിടെ ഉള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. ഖാലത്ത് ഹാദിഹി ഫുലാനത്തു തദ്കുറു മിൻ സ്വലാത്തിഹാ. അപ്പം ഞാൻ പറഞ്ഞു, ധാരാളം നിസ്കരിക്കുന്നവളെന്ന് പേര് കേട്ട ഒരു പെണ്ണുണ്ടല്ലോ, ആ പെണ്ണാണിത്. ഖാല, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മഹ് അലൈക്കും ബിമാ തുതീഖൂൻ. മഹ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അലൈക്കും ബിമാ തുതീഖൂൻ, കഴിയുന്നത് മാത്രം ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ കഴിയുന്നത് അത് മാത്രം നിങ്ങൾ ചെയ്യേണ്ടത്. ഫവല്ലാഹി ലാ യമല്ലുല്ലാഹു ഹത്താ തമല്ലു വകാന അഹബ്ബുദ്ദീനി ഇലൈഹി മാ ദാവ മസാഹിബുഹു അലൈഹി. ഫവല്ലാഹി, അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ്. ലാ യമല്ലുല്ലാഹു, അല്ലാഹു മടി കാണിക്കില്ല. നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതിലും അല്ലാഹു മടി കാണിക്കുകയില്ല. ഹത്താ തമല്ലു, നിങ്ങൾ മടി കാണിക്കുന്നത് വരെ, നിത്യപ്രവർത്തനങ്ങളിൽ നിങ്ങൾ മടി കാണിക്കുന്നത് വരെ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതിലും മടി കാണിക്കുകയില്ല. വകാന അഹബ്ബുദ്ദീനി ഇലൈഹി മാ ദാവ മസാഹിബുഹു അലൈഹി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം പതിവായി ചെയ്തു വരുന്ന അമലുകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമെന്ന് ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇനി ആ ഹദീസിന്റെ ചുവട്ടിൽ ആ മഹ് എന്നതിൻ്റെയും ലാ യമല്ലുല്ലാഹു എന്നതിൻ്റെയും വിശദീകരണമാണ്. അടുത്ത ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അനസ് തങ്ങൾ നിവേദനം ചെയ്യുകയാണ്. ഖാല ജാഅ സലാസത്തു റഹ്തിൻ ഇലാ ബുയൂതി അസ്വാജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക്, നബി തങ്ങളുടെ ഭാര്യ വീടുകളിലേക്ക് ഒരു മൂവർ സംഘം വന്നു. 3 സഹാബികൾ വന്നു. എന്തിനാണ്? യസ്അലൂനാൻ ഇബാദത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇബാദത്തിനെ കുറിച്ച് അറിയാൻ വേണ്ടി അവർ വന്നത്. ഫലമ്മാ ഉഖ്ബിറു കഅന്നഹും തഖാല്ലൗഹ, അങ്ങനെ വിവരം അറിഞ്ഞ സമയത്ത് അത് വളരെ കുറവാണെന്ന് അവർക്ക് തോന്നി. നബി തങ്ങളുടെ അമല് വളരെ കുറഞ്ഞു പോയോന്ന്. ഖാലു, അവര് പറഞ്ഞു, ഐന നഹ്നു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിൻ വമാ തഅഖറ. അവര് പറയുകയാ, എന്താ അവര് പറഞ്ഞത്? നമ്മളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണെങ്കിൽ മുമ്പും പിമ്പുമുള്ള സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ടല്ലോ. അതായത് നമ്മൾ നബി തങ്ങളെ പോലെയല്ല, നബിക്ക് ഒരു ദോഷവും ഇല്ല, നബിക്ക് വളരെ കുറച്ച് ചെയ്താലും മതി എന്നർത്ഥം. ഏതായാലും കാല അഹദുഹും, അവരിൽ പെട്ട ഒരാൾ പറഞ്ഞു, അമ്മാ അന ഫ ഉസല്ലി ലൈല അബദ. അതിൽപ്പെട്ട ഒരാൾ പറയുകയാ, ഇനി ഞാൻ എന്നും രാത്രി മുഴുവനും ഉറങ്ങാതെ നിസ്കരിക്കും, ഉറങ്ങാണ്ട് ഫുള്ള് നിസ്കാരം തന്നെയാ. വക്കാലൽ ആഖറു, മറ്റേയാൾ പറഞ്ഞു, വാന അസൂമു ദഹ്റ അബദൻ വലാ ഉഫ്തിറു, ഇനി ഞാൻ മുഴുവൻ കാലവും നോമ്പനുഷ്ഠിക്കുക, നോമ്പ് മുറിക്കുന്നല്ല, അതായത് നോമ്പില്ലാത്തൊരു ദിവസവും ഉണ്ടാവില്ല. വക്കാലൽ ആഖറു, മറ്റേയാൾ പറഞ്ഞു, മൂന്നാമത്തെ ആൾ പറയാ, അന അഅ്തസിലു നിസാ ഫലാ അതസവ്വജു അഹദൻ, ഞാൻ വിവാഹം കഴിക്കാതെ സ്ത്രീകളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുകയാണ് എന്നായിരുന്നു മൂന്നാമത്തെ ആളുടെ പ്രഖ്യാപനം. അങ്ങനെ മൂന്നാളും പറഞ്ഞു. ഫജാഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈഹിം, അപ്പൊ ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുക ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറി വന്നു. ഫഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൻതുമുല്ലദീന ഖുൽതും കദാ വകദാ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അമാ വല്ലാഹി ഇന്നി ല അഖ്ശാകും ലില്ലാഹി വഅത്ഖാകും ലഹു ലകിന്നി അസൂമു വഉഫ്തിറു വഉസല്ലി വഅർഖുദു വഅതസവ്വജു നിസാഅ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, അമാ അറിയണം, നിങ്ങൾ അറിയുക, വല്ലാഹി ഇന്നി ല അഖ്ശാകും ലില്ലാഹ്, നിങ്ങളിൽ അള്ളാഹുവിനെ ഏറെ പേടിക്കുന്നവൻ ഞാനാണ്. വഅത്ഖാകും ലഹു, അതേ പ്രകാരം തന്നെ അള്ളാഹുവിനെ നല്ലോണം അള്ളാഹിനെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ആള് ഞാനാണ്. പക്ഷേ വലാകിന്നി അസൂമു വഉഫ്തിറു, പക്ഷെ ഞാൻ നോമ്പനുഷ്ഠിക്കുന്നു, നോമ്പ് മുറിക്കുകയും ചെയ്യുന്നു. ഉസല്ലി വഅർഖുദു, ഞാൻ നിസ്കരിക്കുന്നു, ഞാൻ ഉറങ്ങുകയും ചെയ്യുന്നു. വഅതസവ്വജു നിസാഅ, സ്ത്രീകളെ വിവാഹം കഴിക്കുന്നു, ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ എൻ്റെ ചര്യയാണ്. ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, ഇത് ഉപേക്ഷിക്കുന്നവന് എന്നിൽപ്പെട്ടവനല്ല. എൻ്റെ പ്രവർത്തനം ഇതൊക്കെയാ, ഞാൻ നോമ്പനുഷ്ഠിക്കാറുണ്ട്, ഞാൻ നോമ്പ് മുറിക്കാറുണ്ട്, ഞാൻ നിസ്കരിക്കാറുണ്ട്, ഞാൻ ഉറങ്ങാറുണ്ട്, ഞാൻ സ്ത്രീകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഇതൊക്കെയാണ് എൻ്റെ ചര്യ, ഇതാണ് എൻ്റെ ചര്യ. വമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, വല്ലവനും എൻ്റെ സുന്നത്തിനെ ഉപേക്ഷിക്കുന്നവൻ അവൻ എന്നിൽപ്പെട്ടവനല്ല, അതായത് എൻ്റെ മാർഗം പൂർണ്ണമായി പിൻപറ്റിയവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇത് മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. അപ്പോൾ മുഴുവൻ നിസ്കാരം, മുഴുവൻ നോമ്പ് അതല്ല വേണ്ടത്, അതിലൊക്കെ ഒരു മിതത്വം പാലിക്കണം, ആരാധനയിൽ മിതത്വം പാലിക്കണം, അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇനി അടുത്ത ഹദീസ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാ അദ്ദേഹത്തിനെ തൊട്ട്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖാല, നബി തങ്ങൾ പറഞ്ഞു, ഹലക്കൽ മുതനത്തിഊൻ, ഹലക്കൽ മുതനത്തിഊൻ, ആവശ്യമില്ലാത്തടത്ത് അമിതമാക്കുന്നവൻ, ആവശ്യമില്ലാത്ത സ്ഥലത്ത് അമിതമാക്കുന്നവൻ. മുതനത്തിഊൻ എന്ന് പറഞ്ഞാൽ അൽ മുതഅമ്മിഖൂന അൽ മുശദ്ദിദൂന ഫീ ഗൈരി മൗളിഇ തസ്ദീദി, ആവശ്യമില്ലാത്ത സ്ഥലത്ത്, അമിതമാക്കേണ്ട ഒരു ആവശ്യമില്ല, അങ്ങനെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് അമിതമാക്കുന്നവൻ അവൻ നാശത്തിലാണ്. ഖാലഹ സലാസൻ, എന്ന് ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 തവണ ആവർത്തിച്ച് പറഞ്ഞു. അപ്പൊ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ അമിതമാക്കണം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അമിതമാക്കാൻ പാടില്ല, അവൻ നാശത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പൊ ആരാധനയിൽ മിതത്വം വേണം, കുറഞ്ഞ അമലുകളാണെങ്കിൽ അത് നിത്യം ചെയ്യുന്നതാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.